ഗ്രാമപഞ്ചായത്താണ്. ഇവിടെ വന്നിട്ടാണ് ഈ ഭാഗത്ത് പിടിച്ചിട്ട് വന്നിട്ടാണ് ഏത് സമയത്താണ് ഇങ്ങോട്ട് വന്നതെന്ന് നോക്കണില്ല. എന്തായാലും വല്ലപ്പോഴും മാത്രമേ ഇതുപോലുള്ള വാഹനങ്ങളുള്ളൂ. ഇതൊക്കെ റബ്ബർ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്തേക്കൊക്കെ റബ്ബറാണ്. ഫുള്ളായിട്ട് റബ്ബറാണ്. ഇത് കൂവപ്പടിയാണ്. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസാണ് റൈറ്റ് സൈഡിലുള്ളത്. നമ്മൾ ഈ വഴിയൊക്കെ പോകാറുള്ളതാണ്. കേട്ടോണേ. അപ്പോൾ ഓക്കെ. നമ്മളിപ്പോൾ ഒരു നാട്ടിൻപുറത്ത് കൂടെയാണ് സഞ്ചരിക്കുന്നത് കേട്ടോ. അത് അത്രയും ശാന്തസുന്ദരമായ സ്ഥലമാണ്. തൂങ്ങാലി എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമാണ് തൂങ്ങാലി. ഇവിടെയൊക്കെ റബ്ബർ കൃഷി ഞങ്ങൾ വഴി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം പിടിച്ചിറക്കുന്നുണ്ട്. അതെ, വെള്ളമെന്നാണ് പറഞ്ഞത്. നമ്മൾ കാട് പിടിച്ചിറക്കുന്നുണ്ട്. പള്ളിപ്പടർപ്പ് പിടിച്ചിറക്കുന്ന വഴി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നേരെ റബ്ബറല്ല, റബ്ബറാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ പോകുന്നു. കിളികളുടെ ശബ്ദമൊക്കെ കേട്ടിവിടെ. ഇങ്ങോട്ട് റോഡ് വളരെ മോശമാണ്. റോഡേ എന്ത് ടൈപ്പ് കാറിങ് ആണ് നടത്തി വെച്ചത്. ഇതിൻ്റെ മനുഷ്യന് പോകാൻ പറ്റില്ല. കാര്യമില്ല. അതുകൊണ്ടാണ് അതൊക്കെ. അവൻ ശ്രദ്ധിച്ച് പോയാൽ മതി. അത് ചെയ്യൂല. ഓണടിക്കണം. എന്തിനാ? ഒരു കാര്യമില്ല. അവൻ ശ്രദ്ധിച്ച് സ്ലോയിൽ പോയാൽ മതി. കുട്ടികളായ ആളുകൾക്ക് മാത്രമേ ഹോണടിക്കുന്നില്ല. എന്ത് പറയാനാണ്? ഇതൊരു അട്ടമ്പുറമാണ്. നമ്മൾ ഈ വഴിയൊക്കെ വന്നിട്ടുണ്ടോ? കൂടി നിൽക്കുന്ന വരെയാണ്. ശക്തമായ ഏരിയയിലൊക്കെ ഹോണടിക്കുന്നവരെ സമ്മതിക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും ദേഷ്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇതിൻ്റെ ചരണക്കേട് കൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങോട്ടൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ അതിലും വരുന്നുണ്ട്. നമ്മൾ ഈ വഴി നേരെ പോയിട്ടുണ്ട്. എനിക്ക് പ്രാവശ്യം അവിടെ വെച്ചിട്ടോ നമ്മളിവിടെ ചോദിച്ചിട്ട് നേരെ പോയിട്ടുണ്ട്. നമ്മൾ
മുനിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ടായി അവിടെ, ആ റൂട്ടായിരുന്നത്. അതായത് നമുക്ക് ഇടത് വശത്തേക്ക് പോകാം. ഈ ഭാഗത്ത് എന്താണെന്ന് അറിയില്ല. കൊമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലം തന്നെയാണ്. നമ്മളൊന്നുണ്ട് ഇവിടെ കൊമ്പനാട് എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശം. ഒരു ഓണത്തുമ്പി വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കും. ഓണത്തുമ്പീനൊക്കെ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുള്ളൂ ഗ്രാമപ്രദേശങ്ങളിൽ. ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് പോകും. ഇമാതിരി ഹോണടി കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിൽ അതിൻ്റെ വഴിയിരിക്കും. ഞായറാഴ്ച കൊണ്ട് പോയി തിരക്കുറവാണ്. കള്ള് ഷാപ്പുണ്ട്. ഷാപ്പ് പൊടി, കോടമ്പിള്ളി, നാടൻ പന. നാടനുണ്ട്, പനയുണ്ട്. പക്ഷെ ഇന്ന് അവധിയാണ്, വെച്ചിട്ടൊക്കെയാണ്. കിളികളിൽ വെച്ചേക്കണത് ക്ലിയറായിട്ട് കേൾക്കാം. റോഡ് വൃത്തിയായിരുന്നെങ്കിലല്ലേ നിശബ്ദമായ രീതിയിൽ. റോഡ് വൃത്തിയല്ല. ഇവിടെ ഒരു ബോർഡുണ്ട്, പാണാങ്കുടി നേരെ പാണിയേലി റൈറ്റ്. നമുക്കൊരു കഴിഞ്ഞാൽ പോവാത്ത വഴി പോവാം. ഏത് വഴിയാണ് പോവാത്തതെന്ന് വെച്ചാൽ ആ വഴി പോവാം. അതല്ലേ അതിൻ്റെ ഒരു രീതി. ഒരു കാര്യമില്ല. നമ്മളിനി കുഴി കൂടി പോകണമെന്ന് നമ്മൾ ഞാൻ മുന്നേട്ട് മാറി KL5 എന്ന് പറഞ്ഞ ടീമൊക്കെ വളരെ മോശമായ രീതിയിലാണ് ഓണടിക്കുന്നത്. പക്ഷെ അവരുടെ നാട്ടിൽ അങ്ങനെയാണോന്ന് അറിയില്ല. എറണാകുളം സിറ്റികളിലൊന്നും അവിടെയുള്ള വാഹനങ്ങൾ പൊതുവെ വളരെ കുറവാണ്. ബസ്സുകാർ ഒഴിച്ചു, ബസ്സും ഓട്ടോയും ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇത് കൊമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ? കൊമ്പനാട് ചെറിയ ടൗണാണ് കൊമ്പനാടിൻ്റെ. ചെറിയ ടൗൺ ഏരിയ. കൊമ്പനാട് തന്നെയാണ്. കൊമ്പനാട് അതിവിടെ റൈറ്റാണോ ലെഫ്റ്റാണോ? നമുക്ക് കഴിഞ്ഞാൽ മതി. റൈറ്റ് ഏരിയ, റൈറ്റ് ഏരിയ. ഓക്കെ, ഒരു വഴി കാണുമ്പോൾ നമ്മൾ അതിനാണ് മതി. കുറുപ്പംപടി ട്രേഡേഴ്സ്. അമ്പലത്തിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ ആ പാട്ടായിരുന്നേ. അവിടെ എന്തൊരു അമ്പലമുണ്ട്. ഇവിടെ ഒരു പഴയ സ്കൂളുണ്ട്, കൊമ്പനാട് ഗവൺമെൻറ് യൂത്ത് സ്കൂൾ. പുതിയതുണ്ട്, പഴയതുണ്ട്. സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ നേരെ കാണുന്നത്. അതൊരു പഴയ കാലം നിർമ്മിതിയാണ് കേട്ടോ. 10-25 വർഷം, 25 അതിൽ കൊണ്ടുണ്ടാവും. ഒരു 10-40
വർഷമെങ്കിലും പഴക്കമുള്ള സ്കൂളാണ്, കണ്ടാൽ അറിയാം ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇവിടെ വാഴക്കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ചുമന്ന മണ്ണാണ്. ഇവിടെയൊക്കെ കൊലച്ച് വാഴ, ഏത്തവാഴയാണ്. ചായയും കാപ്പിയൊക്കെ ഇവിടെ കിട്ടും. നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഒരു ഗ്രാമപ്രദേശമുണ്ട്, നമുക്ക് ഇങ്ങനെ എടുക്കാം. കൊമ്പനാടിൻ്റെ ഉൾപ്രദേശമാണ്. മഴക്കാറുണ്ട്, മഴ പെയ്തിട്ടില്ല. ഒരു നിമിഷം പെയ്യാം, പെയ്യട്ടെ. സമയം നോക്കിയിട്ടില്ല, എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നും വയ്ക്കാത്ത നമുക്ക് സമയത്തിന് വലിയ കാര്യമൊന്നുമില്ല. എപ്പോൾ ആണെങ്കിലും വീട്ടിലെത്തിയാൽ മതി. 3 മണി 4 മണി, വെളുപ്പിന് 3 മണിക്കോ 4 മണിക്കോ ഒരു കാര്യമില്ല. ഹോണടിക്കണ്ടല്ലോ, ശ്രദ്ധിച്ച് വന്നാൽ മതി. ഈ ഹോണടിച്ചാലും മറ്റവനെന്താണ് അങ്ങനെ ശ്രദ്ധിക്കുമോ എനിക്കറിയില്ല. രണ്ടുപേരും ശ്രദ്ധിക്കണം, വളവല്ലേ. വാഹനത്തിൽ കയറിയ രണ്ടുപേരും ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധ മാറ്റിക്കളയും ഈ ഹോണടി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ പഴയ വീട്, പഴയതല്ല, വലിയ വീടാണ്. അപ്പോൾ നമ്മൾ ഗ്രാമപ്രദേശത്തോട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു 2:30, 3 മണിയായി കാണും. കുറേ നേരമായി. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ ഇത്തിരി വൈകി. കാരണം ഇപ്പോൾ രാവിലെ മഴ ഇടിവെട്ടും മഴയായിരുന്നു അടപ്പള്ളി ഭാഗത്ത് രാവിലെ. അപ്പോൾ നമ്മളൊന്ന് മടിച്ചാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തെളിഞ്ഞ് അവിടെയാണ് ഇറങ്ങി. പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, വീട്ടിൽ നിന്ന് ശരിയാവില്ല. നമ്മളിങ്ങനെ റോഡൊക്കെ ശരിയാക്കാം, ഇങ്ങനെ ചാടി ചാടി പോണത്. ഉൾപ്രദേശങ്ങളിലെ റോഡൊക്കെ എപ്പോഴും ഇങ്ങനെ ആക്കി വെച്ചൊക്കെയാണ്. ഏത് കാലുകൾ അത് നമുക്ക് മനസ്സിലാക്കും. കയ്യിലാണ് കിട്ടുന്നത്, കാലില്ല. ഏത് കാലത്തെ റോഡാണ് കിട്ടുന്നത് നമുക്ക് മനസ്സിലാവില്ല.